ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ ഡോക്ടർ മുഹമ്മദ് യൂനുസ് രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. പട്ടാള മേധാവിയായ ജനറൽ വക്കാറുസമാനുമായുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായതും വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള എതിർപ്പും കാരണം ഭരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് യൂനുസ് എന്നാണ് റിപ്പോർട്ട്. യൂനുസിന്റെ താൽക്കാലിക ഭരണത്തിനും സൈന്യത്തിനും ഇടയിലുള്ള ഈ കോൾഡ് വാർ എന്താണ്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണ പിന്തുണ നൽകിയില്ലെങ്കിൽ രാജിവെക്കുമെന്ന് തന്റെ മന്ത്രിസഭാംഗങ്ങളോട് യൂനുസ് പറഞ്ഞതായുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇക്കാര്യം യൂനുസിനോട് ചോദിച്ചെന്നും അദ്ദേഹം രാജിവെക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ നയിക്കുന്ന നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവ് നാഹിദ് ഇസ്ലാമിനെ ഉദ്ധരിച്ച് BBC ബംഗ്ല റിപ്പോർട്ട് ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്നാണ് നാഹിദ് ഇസ്ലാം പറയുന്നത്. രാജ്യത്ത് മാറ്റവും പരിഷ്കരണവും കൊണ്ടുവരാൻ ഒരു ബഹുജന പ്രക്ഷോഭത്തിന് ശേഷമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പാർട്ടികളിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം കാരണം പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് യൂനുസ് പറഞ്ഞതായി നാഹിദ് ഇസ്ലാം ഉദ്ധരിച്ചു. പട്ടാള മേധാവി വക്കാറുസമാനും യൂനുസും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ അടുത്തിടെയാണ് രൂക്ഷമായത്. രാഖൈൻ മാനുഷിക സഹായ ഇടനാഴിയെക്കുറിച്ചുള്ള തർക്കമായിരുന്നു ഇതിൽ ഒടുവിലെത്തിയത്. ബംഗ്ലാദേശിലെ ചത്തോഗ്രാം ഡിവിഷനിൽ നിന്നും ആരംഭിക്കുന്ന ഈ ഇടനാഴി രാഖൈൻ മേഖലയിലെ യുദ്ധ പ്രകൃതി ദുരന്ത കെടുതികൾ അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് സഹായങ്ങൾ എത്തിക്കാനുള്ള മാർഗമായാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഇടനാഴി ബംഗ്ലാദേശിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്നാണ് സൈന്യവും രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളും കണക്കാക്കുന്നത്. ബുധനാഴ്ച ധാക്കയിൽ നടന്ന സൈനിക ഓഫീസർമാരുടെ യോഗത്തിൽ അദ്ദേഹം യൂനുസിന് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കവേ വിവാദമായ രാഖൈൻ ഇടനാഴി എന്ന ആശയം സൈനിക മേധാവി തള്ളിക്കളഞ്ഞു. ഇതോടെ മ്യാൻമറിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന രാഖൈൻ പ്രവിശ്യയിലേക്ക് സഹായം എത്തിക്കാനായി വിഭാവനം ചെയ്ത പദ്ധതിയിൽ നിന്ന് ബംഗ്ലാദേശ് പിന്മാറിയേക്കുമെന്നാണ് വിവരം. ഡിസംബറിനകം രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും വഖാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുപ്രധാന തീരുമാനങ്ങൾ സൈന്യത്തെ അറിയിക്കണമെന്നും സൈനിക കാര്യങ്ങളിൽ ഇടപെടരുതെന്നും മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന സൈനിക മേധാവിയുടെ ആവശ്യത്തിന് പിന്നാലെയാണ് എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ താൻ രാജിവെച്ച് ഇറങ്ങിപ്പോകുമെന്ന ഭീഷണിയുമായി യൂനുസ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഉപദേഷ്ടാവ് എന്ന നിലയിലാണ് യൂനുസിന്റെ നിയമനമെങ്കിലും പ്രധാനമന്ത്രിക്ക് തുല്യമായ അധികാരങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇതിനിടെ വിദ്യാർത്ഥി നേതാക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ധാക്കയിലെ സൈനിക കന്റോൺമെന്റിലേക്ക് പ്രക്ഷോഭ റാലി സംഘടിപ്പിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ട സൈനിക മേധാവിക്കെതിരായ പ്രതിഷേധമാണ് രാജ്യത്തിന്റെ ഒരു ഭാഗത്തു നിന്നും ഉയരുന്നത്. തിരഞ്ഞെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ മുഹമ്മദ് യൂനുസിന്റെ കാര്യത്തിൽ തീരുമാനമായേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ നാടകീയമായ വിടവാങ്ങലിന് പിന്നാലെയാണ് ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനും നൊബേൽ സമ്മാന ജേതാവുമായ മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിന്റെ തലപ്പത്തേക്ക് എത്തുന്നത്. 15 വർഷം നീണ്ടുനിന്ന തന്റെ ഭരണത്തിനെതിരായ ബഹുജന പ്രക്ഷോഭത്തിനിടയിൽ 2024 ഓഗസ്റ്റിൽ ഹസീന നാടുവിട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. തുടർന്ന് അധികാരത്തിലേറെ യൂനുസ് രാജ്യത്ത് അടുത്ത കാലത്തൊന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്താൻ താല്പര്യമില്ലെന്ന തരത്തിലുള്ള നിലപാടുകളാണ് പിന്തുടർന്നു പോന്നിരുന്നത്. അത്തരത്തിലുള്ള പ്രസ്താവനകളും അദ്ദേഹം തുടർച്ചയായി നടത്തിയിരുന്നു. പാകിസ്ഥാനും ചൈനയുമായുള്ള അടുത്ത ബന്ധം പുലർത്താനുള്ള നീക്കങ്ങളും ഇതിനിടെ ആരംഭിച്ചു. അതേസമയം രാജ്യത്ത് എത്രയും വേഗം തിരഞ്ഞെടുപ്പ് നടത്താനുള്ള വ്യക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി BNP നേതാവ് ഖണ്ഡക്കാർ മൊഷാറഫ് ഹുസൈൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ ശക്തി കുറഞ്ഞതോടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താൻ പ്രാപ്തിയുള്ള ഒരേയൊരു പാർട്ടിയാണ് BNP. തെരഞ്ഞെടുപ്പ് നടത്താൻ വൈകുന്നതിലടക്കം വലിയ പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നടക്കം യൂനുസിനെ നേരിടേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ രാജ്യാഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെ മുഹമ്മദ് യൂനുസ് രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കി ഉപദേശക സമിതിയുടെ അപ്രതീക്ഷിത യോഗത്തിനു ശേഷം ആസൂത്രണ ഉപദേഷ്ടാവ് വാഹിദുദ്ദീൻ മഹ്മൂദ് രംഗത്തെത്തി. ഇടക്കാല സർക്കാരിലെ ഉപദേഷ്ടാക്കളിൽ ആരും എവിടേക്കും പോകുന്നില്ലെന്നും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം വളരെ പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം AFPയോട് പറഞ്ഞിരുന്നു. നിലവിൽ ബംഗ്ലാദേശ് ഒരു നിർണായക വഴിത്തിരിവിലാണ്. യൂനുസിന്റെ പരിഷ്കാര ശ്രമങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുന്നു. പോലീസും ബ്യൂറോക്രസിയും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിന് പുറത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളും സൈന്യവും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിച്ചു വരുന്നു. അഥവാ യൂനുസ് രാജിവെക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിന്റെ ജനാധിപത്യ മാർഗത്തിലേക്കുള്ള പാത കൂടുതൽ സങ്കീർണമാകും.